നമസ്കാരം. വാട്ട് ഈസ് ലവിങ്? ലവിങ് ഈസ് നത്തിങ് ബട്ട് ഗിവിങ്. നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതാണോ? വാക്കുകൾ കൊണ്ട് നമുക്ക് സ്നേഹിക്കാം, പക്ഷേ സ്നേഹം എന്നുള്ളത് നമ്മൾ നമ്മൾ നൽകുന്നതാണ് സ്നേഹം. പ്രതീക്ഷിക്കുന്നത് പോലും സ്നേഹമല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ സ്നേഹത്തിന് ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോഴൊരു സന്തോഷം, അത് ആ സ്നേഹം നമ്മുടെ സ്നേഹം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാളും അധികമായിരിക്കും ആ സ്നേഹത്തിന് നൽകുന്നത് നമുക്ക്, അല്ലേ? ഇതിനെ ആസ്പദമാക്കി ഞാനൊരു എൻ്റെ സുഹൃത്തിന് നടന്നൊരു സംഭവം ഞാൻ പറയാം. അദ്ദേഹത്തിന് ദൈവത്തോടായിരുന്നു അധികം സ്നേഹം, അദ്ദേഹത്തിൻ്റെ വിശ്വാസമെല്ലാം. ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം. ഇവിടെ ചെന്നൈയിലേക്ക് അദ്ദേഹം വന്നു. വിവാഹം കഴിഞ്ഞ് ഇവിടെ ജോലിക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. അച്ഛൻ നല്ല പണമുള്ള ആളാണ്, പക്ഷേ അച്ഛനോട് ഒന്നും പണമൊന്നും പുള്ളിക്കാരൻ ചോദിക്കില്ല. ഇവിടെ വന്ന് ചെറിയൊരു ജോലിയിൽ കയറി. അപ്പോൾ അങ്ങനെ വൈഫിൻ്റെ വീടും നല്ല പണമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നല്ല സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പം അത് മാറ്റാനും വയ്യ. ഇപ്പോൾ കൊച്ചിനെ ഒരു കുട്ടി ജനിച്ച ഉടനെ ക്രിസ്ത്യാനികൾ മാമോദിസം കൊടുക്കുമല്ലോ, അതിന് ഇവൻ അങ്ങോട്ട് പോകണം. അതിനോട് കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും വേണം. പക്ഷേ പുള്ളിക്കാരൻ്റെ അടുത്ത് അതിൻ്റെ കാശില്ല. ആരടുത്തും പോയി പുള്ളിക്കാരൻ ചോദിക്കാനുമില്ല. ഉള്ള കാശ് നോക്കുമ്പോൾ വളരെ കുറവാണ്. ശമ്പളം വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് ചിലവും കഴിഞ്ഞിട്ട് വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഈ കഥ, അനുഭവ കഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഈ ബാങ്ക് പാസ്ബുക്ക് അവിടെ വച്ചിട്ട് ദൈവത്തിനെ നോക്കി പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാനിനി 2-3 ദിവസങ്ങളാളും ഞാൻ നാട്ടിൽ പോകണം, മാമോദിസം നടത്തണം, ഞാൻ പിതാവാണ്, എൻ്റെ കയ്യിൽ നിന്നുള്ള കാശ് കൊണ്ട് തന്നെ ചെയ്യണം, അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാദറിൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ഒരു വളരെ ദുസ്സഹമായ എൻ്റെ സിറ്റുവേഷനാണ്, ദൈവമേ എന്തെങ്കിലും ഒരു വഴി തരണമേന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വരുന്നു. ഒരു പുള്ളിക്കാരൻ്റെ പള്ളിയിൽ പരിചയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സ് 2-3 കൊല്ലങ്ങളായിട്ട് അവിടെ ടെനൻ്റ് വരുന്നില്ല. 5-6 ലക്ഷം മാസം വാടക കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് അഡ്വാൻസ് കിട്ടി. അദ്ദേഹം പ്രദീപിന് ഫോൺ ചെയ്ത് പറയണം, പ്രദീപേ ഒന്ന് ഇവിടെ വരണം, നീ റെഫർ ചെയ്ത ആ ടെനൻ്റ് ഉണ്ടല്ലോ, അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഫൈനലൈസ് ചെയ്തു, അവർ അഡ്വാൻസിൻ്റെ പണവും തന്നു. അപ്പോൾ അഡ്വാൻസിൽ കിട്ടിയ പണത്തിൽ ഒരു ഭാഗം നിനക്കല്ലേ, ഈ ബ്രോക്കർമാർക്കൊക്കെ കുറേ കൊടുക്കണം, നിനക്ക് കുറച്ചെങ്കിലും തരണ്ടേ പ്രദീപ്, നീ ഉടനെ ഇങ്ങോട്ട് വാ. അപ്പോൾ പ്രദീപ് ഉടനെ അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമായിട്ട് 10,000 രൂപ പണം അദ്ദേഹത്തിന് കൊടുത്തു. ഇവൻ പരിസരം നോക്കില്ല, പ്രൈസ് ദ ലോർഡ്, കർത്താവേ നന്ദി എന്ന് പറഞ്ഞ് ഉറക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ പ്രദീപ് കുറച്ചുകൂടി പല കാര്യങ്ങളൊക്കെ പഠിച്ച്, സോഫ്റ്റ്വെയറിൽ പല കാര്യങ്ങളും പഠിച്ച് ബാംഗ്ലൂരിൽ ജോലി കിട്ടി. അപ്പോഴേക്കും അവൻ്റെ വൈഫ് പുള്ളിക്കാരി PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. PhD പുള്ളിക്കാരി കംപ്ലീറ്റ് ചെയ്തു. പുള്ളിക്കാരിയും ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂരിൽ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസറായിട്ട് PhD കഴിഞ്ഞാണല്ലോ പുള്ളിക്കാരി ജോലി കിട്ടി. അങ്ങനെ ഒരു കൊല്ലം 2 കൊല്ലം കൊണ്ട് കുറേ പണം സമ്പാദിച്ചു. 2 ഫ്ലാറ്റുകൾ വാങ്ങിച്ചു. അടുത്തുള്ള പാവപ്പെട്ടവർക്കൊക്കെ കുറേ സഹായിച്ചു. ഈ പച്ചക്കറി വിൽക്കാൻ വരുന്ന ഒരാൾ വന്ന് ചോദിച്ചു, സാറേ ഈ വണ്ടി പഴയതായി, എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ കാശ് വേണം, എന്തിനാണ് റിപ്പയർ ചെയ്യുന്നത്, ഞാൻ നിനക്ക് പുതിയ വണ്ടി വാങ്ങിച്ചു തരാം. അങ്ങനെ കണ്ണിൽ കാണുന്ന അദ്ദേഹം കണ്ട എല്ലാ മനുഷ്യരിലും ആർക്കൊക്കെ എത്ര തന്നാൽ കഴിഞ്ഞ സഹായം എല്ലാവർക്കും ചെയ്തു. അങ്ങനെ ഞാൻ ഇതൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരന് ബാംഗ്ലൂർ ജോലിയുണ്ട്, അവിടെ പോയി ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ജോലി കിട്ടി, ഞാൻ കാറ് വാങ്ങിച്ചു, വീട് വാങ്ങിച്ചു, അതൊക്കെ പറയും. അല്ലാണ്ട് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിലേക്ക് ഞാൻ വരുന്നുണ്ട് പ്രദീപ, നാളെ പറ്റുകയാണെങ്കിൽ വരൂ, ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ നിശ്ചയ സമയത്ത് പുള്ളിക്കാരൻ വന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ചിന് പോവുകയാണ്. അപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം എത്ര പവിത്രമാണെന്ന്, എത്ര പവർഫുള്ളാണെന്ന് നോക്കൂ, എനിക്കുള്ള പണം വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. 2 ഫ്ലാറ്റ് വാങ്ങിച്ചു, ഇപ്പോൾ എൻ്റെ കടങ്ങളെല്ലാം തീർത്തു, എന്നാൽ കഴിഞ്ഞത്ര സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു പുതിയ കഥ അദ്ദേഹം പുള്ളിക്കാരൻ വായിച്ച ഒരു കഥ, അദ്ദേഹത്തിന് വളരെ ഇൻസ്പയർ ആയ ഒരു കഥ
പ്രദീപ് എന്നോട് പറഞ്ഞ ആ കഥ ഇതായിരുന്നു. ഒരു ചെറിയൊരു കൃഷിക്കാരുടെ കുടുംബമാണ്. അവർക്ക് വളരെ ദയനീയമായ അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള വളരെ പ്രശ്നങ്ങൾ. അപ്പോൾ കുറച്ച് ഈ വിത്തിന് വിതയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള വിത്ത് നെല്ല് എന്ന് പറയും കൃഷിക്കാരല്ലേ, വിത്ത് നെല്ല്. ആ വിത്ത് നെല്ല് സാധാരണ ഒന്നും തൊടില്ല. അവിടെ വീട്ടിലാണെങ്കിൽ വളരെ പട്ടിണി, വേറെ വഴിയില്ലാതെ എന്താ ചെയ്യേണ്ടത്, ഈ വിത്ത് നെല്ല് നിന്നൊക്കെ എടുത്ത് നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയാലോ എന്നവർക്ക് മനസ്സിൽ വരുന്നു. പക്ഷെ തോന്നില്ല. ആ സമയത്ത് വിശന്ന് പൊരിഞ്ഞ ഒരു ഫാമിലി, ഇവരെ കഷ്ടമൊന്നും അറിയാത്ത ആൾക്കാർ, വല്ലതും തരണേ, ഒരുപിടി അരിയെങ്കിലും തരണേ, ആഹാരം കഴിച്ച് കുറേ ദിവസമായി എന്ന് പറയുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ആലോചിച്ചു, ശരി ഇതിൻ്റെ 3ആയിട്ട് അവർ പങ്കിട്ടു. ഒരു ഭാഗം അവർക്ക് കൊടുത്തു, ഈ വന്ന വിശന്നവർക്ക്. ഒരു ഭാഗം ഇവർ അന്നത്തെ ആഹാരത്തിനും 2-3 ദിവസത്തേക്കുള്ള കുറച്ച് ദിവസത്തേക്കുള്ള ആഹാരമായിട്ട് എടുത്തു വെച്ചു. ബാക്കിയുള്ള ഈ വിത്തുകൾ കൃഷിക്കായിട്ട് അവർ ഉപയോഗിച്ചു. അത് കൃഷി ചെയ്തു. ഇപ്പോൾ ഒരിടത്ത് ഒന്നുമില്ല. പക്ഷേ ഒരാഴ്ച കുറച്ച് ദിവസം ഈ അരി കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഓരോ നെല്ലും കുറേ വലിയ വലിയ നെൽക്കതിരുണ്ടായി, കുറേ നെല്ലുകളുണ്ടായി, പല മടങ്ങ് അവർക്ക് ഹാർവെസ്റ്റ് കിട്ടി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഒന്നുമില്ലാത്ത ആ സ്ഥിതിയിലും അവർ ഒരു ഭാഗം മാത്രം തനിക്കെടുത്തിട്ട് ഒരു ഭാഗം മണ്ണിനും ഒരു ഭാഗം മനുഷ്യരുടെ വിശപ്പിനും അല്ലേ വന്നവർക്കും കൊടുത്തു. അങ്ങനെ 3ആയിട്ട് തൻ്റെ അടുത്തുള്ള ആ ആകെയുള്ള സ്വത്ത വിത്തുകളായിരുന്നു, അത് കൊടുത്തു. പക്ഷേ എന്ത് സംഭവിച്ചു? ഇവിടെ ആ വിതച്ചത് ഭൂമി പല മടങ്ങ് നെല്ലുകൾ കൊടുത്തു. ഇവിടെ ഈ പണം കൊണ്ട് അവർക്ക് സഹായിച്ചല്ലോ, പണമല്ല, ഈ കുറച്ച് വിത്ത് നെല്ല് കൊടുത്തയച്ചല്ലോ. അവരെ വിശപ്പൊക്കെ മാറി. അവർ ഒരു ലോട്ടറി എങ്ങാണ്ട് എടുത്തപ്പോൾ വലിയൊരു തുക അവർക്ക് കിട്ടി. ആ പണം കിട്ടിയ ഉടനെ ആ പണവും കൊണ്ട് അവർ വലിയൊരു 2 പ്ലേറ്റിൽ, വലിയൊരു തട്ടിൽ അത്ര പണം അവർ ഡ്രോ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട്, നിങ്ങളിത് എടുത്തോളൂ, നിങ്ങൾക്ക് എത്ര വേണം നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്കില്ലാത്തതിൽ നിന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്താണല്ലോ ഞങ്ങളെ സഹായിച്ചത്, ഞങ്ങൾക്കിത് ഈ പണം കിട്ടി, ഇതിൽ ഞാൻ തരുന്നില്ല, ഞാൻ തരാൻ ആരാണ്, നിങ്ങളിതിൽ നിന്ന് എടുത്തോളൂ എന്ന് പറയണം. നമ്മളിവിടെ സഹായിക്കും, ഇങ്ങനെ കൊടുക്കരുതെന്ന് പറയും. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയണം. അതത്ര വലിയൊരു പവിത്രമായ ഒരു മനസ്സായിരിക്കണം അതല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവരോട് കുറച്ചെടുത്തുള്ളൂ. അല്ലല്ല, ഒരു 2 കൊല്ലത്തേക്ക് നിങ്ങളുടെ ചിലവിന് എടുത്തോളൂ പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം അവർക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തുണ്ടെങ്കിലും അത് നമുക്ക് മാത്രമുള്ളതാണോ? എനിക്കറിഞ്ഞ വേറൊരു കൃഷിക്കാരൻ, അദ്ദേഹം എത്രയോ ട്രാക്ടറൊക്കെ വാങ്ങിക്കാം, വാനുകളും വാങ്ങിക്കാം, എങ്കിലും ജനങ്ങൾക്ക് കുറേ ജോലി കൊടുക്കാനായിട്ട് ഈ കൃഷിപ്പാടത്തിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ നെൽക്കതിരൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് കൊണ്ടുപോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത്രയൊക്കെ പണം ഉണ്ടല്ലോ, വാനിൽ വെച്ച് കൊണ്ടുപോയി കൂടെ, നമ്മൾ സിറ്റിയിൽ വന്ന ആൾക്കാർക്ക് അത്രയും ബുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല മോനെ, ഈ നെൽക്കതിരും എല്ലാം തലയിൽ വെച്ച് പോകുന്ന സമയത്ത് കുറേ നെല്ലുകൾ താഴെ വീഴും. അത് എത്രയോ പക്ഷികൾക്ക് അത് ആഹാരമായിരിക്കും. നമുക്കത് വെറും താഴെ വീഴുന്നൊരു നെല്ലായിരിക്കും അല്ലേ. അത് ചിലപ്പോൾ കൃഷിപ്പാടങ്ങളിൽ വീഴട്ടെ അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ അത് പക്ഷികൾക്കും അവർക്കും ചേർന്നതല്ലേ ഈ ലോകം. എന്നാൽ അത്രയൊന്നും പഠിക്കാതെ സാധാരണ ഒരു കൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ എന്തൊരു സ്നേഹമാണ് മണ്ണിനോടും മറ്റുള്ള ജീവികളോടും. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് വെജിറ്റേറിയനാണ്. ഒരു ജീവിയെ കൊന്നിട്ട് നമ്മുടെ വയറ് നിറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ ഫേമസ് കൊട്ടേഷനാണത്. അങ്ങനെ പത്രിജി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഗുരുവിൻ്റെ ഒരു ഉപദേശം കേട്ടിട്ടാണത്. അദ്ദേഹം ആ ഉപദേശം കേട്ടിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ അദ്ദേഹം പറയും, വാട്ട് റൈറ്റ് യു ഹാവ് ടു കിൽ അതേഴ്സ് ആൻഡ് ഫിൽ യുവർ സ്റ്റമക്ക്. ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണല്ലോ, നമുക്ക് ആരെയും കൊല്ലാനും കഴിക്കാനും നമ്മൾ ഭക്ഷിക്കാനുള്ളതാണോ? കുറേ പച്ചക്കറികളും എല്ലാം ഉണ്ടല്ലോ നമുക്ക്. അതില്ലാത്തൊരു മരുഭൂമിയുടെ കാലത്താണെങ്കിൽ ഓക്കെ, ഒന്നുമില്ല അവിടെ, പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ പച്ചക്കറികളും ഉണ്ടല്ലോ എന്നൊക്കെ ആ കൃഷ്ണേട്ടൻ പറയാറുണ്ട്. സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ അടുത്തുള്ള എല്ലാം നമുക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ സമയവും ആയിക്കോട്ടെ, പണം മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ കരുണ, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം കൂടി എന്താണ് ക്രിസ്ത്യാനികളിൽ ദശമഭാഗം എന്ന് പറയും. അവർ വരുമാനത്തിൽ 10% അവർ കൊടുക്കണം. ഇസ്ലാമിലുണ്ട് ചക്കാത്ത് കൊടുക്കുന്നത്, ഹിന്ദു മതത്തിലും ഉണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കാം. പ്രദീപിൻ്റെ കഥയിൽ വന്നതുപോലെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ദൈവം തരും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ. ഈ പ്രദീപം മറ്റുള്ളവർക്ക് കുറേ സഹായം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ വരുന്നത്. എഗെയിൻ, ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യരുത്, അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്യരുത്. മനസ്സിൽ നിന്ന് സ്വാർത്ഥമായ
അങ്ങനെ നിസ്വാർത്ഥമായി നമ്മൾ ആ നമ്മുടെ സ്നേഹത്തെ, സഹായത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഈ പ്രകൃതി, ഈ കോസ്മിക് എനർജി, ദൈവത്തിൻ്റെ കരുണ, കൃപ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അതെല്ലാം കൂടി നമുക്ക് എല്ലാ നന്മകളും നമുക്ക് അനുഗ്രഹമായി ഇങ്ങനെ വർഷിക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും അമ്മായിമാരും മുത്തശ്ശന്മാർ എല്ലാവരൊക്കെ, മൂത്ത ആൾക്കാരൊക്കെ എന്തോരം മറ്റുള്ളവർക്ക് നൽകിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കൂ, എൻ്റെ സ്നേഹിതരൊക്കെ 80-20 എന്നാണ് പറയുന്നത്. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ 80% സേവ് ചെയ്യണം, 20% ചിലവ് വയ്ക്കണം. ബാക്കി എന്താ, ഇപ്പം ഒന്നുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനായിട്ട് അവർക്ക് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഈ സോഫ്റ്റ്വെയറിലുള്ള ആൾക്കാരിൽ കുറേ പേര് അങ്ങനെയാണ്. എന്നിട്ട് വീട് കെട്ടും, അതോടും, അപ്പോഴേക്കും അവന് 30-35 വയസ്സാകുമ്പോൾ തന്നെ കാണാൻ അവൻ 60 വയസ്സ് പോലെയാകും. അപ്പോൾ ആയുസ് എവിടെയുള്ള, ആഹാരം ശരിക്കും കഴിക്കില്ല, ജോലി, എന്തിന് പിന്നിലോ മനുഷ്യൻ ഓടുന്നുണ്ട്, പണത്തിൻ്റെ പിന്നിലാണ് ഓടുന്നത്. എന്തൊക്കെയോ പിടിച്ചടക്കാനായിട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ ശരീരം തന്നെ നമ്മൾ വാടകയ്ക്കെടുത്തല്ലേ, നമ്മുടെ ആത്മാവാണെന്ന അറിവ് നമുക്കുണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ ഉണ്ട്, വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ പർപ്പസ് കഴിഞ്ഞാൽ എവിടേക്ക് പോകും? ഈ ശരീരത്തിൽ എവിടേക്ക് പോകും? മണ്ണിലേക്കല്ലേ പോകുന്നത്, അല്ലെങ്കിൽ പഞ്ചഭൂതത്തിൽ ലയിക്കും. ആത്മാവിന് മരണമില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആത്മീയത നമുക്ക് ഉൾക്കൊള്ളാം. കുറച്ചൊക്കെ നമ്മൾ എന്താണ് ജീവിതം, നമ്മൾ എന്തിനാണ് ജനിച്ചത്, പണം മാത്രമാണോ, അല്ലെങ്കിൽ ഒരു വിവാദം ചെയ്ത് അതിൽ ജയിക്കാൻ മാത്രമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈഗോന് ഫുഡ് കൊടുക്കുന്നത് മാത്രമാണോ ജീവിതം എന്നൊക്കെ നമുക്ക് ഓർക്കാം. നമുക്കത് പുതിയ വെളിച്ചം നമുക്ക് തരും. പിന്നെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും നമ്മൾ കുറേ ജോലി കൊടുക്കുന്നുണ്ട്, അതിനേക്കാളും ജോലിയാണ്. നമ്മൾ ഉറങ്ങുന്നുണ്ട്, ശരീരത്തിൻ്റെ റെസ്റ്റ് ഉണ്ട്. മനുഷ്യ മനസ്സിന് എന്തെല്ലാമാണ് ചിന്ത. ഒരു നിമിഷത്തിൽ 50,000 60,000 തോട്ട്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒന്നും മൈൻഡിനും നമ്മുടെ മസ്തിഷ്കത്തിനും നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിനും ഒരു റെസ്റ്റ് കൊടുക്കണം. അതൊക്കെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതൊരു വളരെ മെഡിറ്റേഷനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ PMC മലയാളം ഗ്രൂപ്പ് ഇവിടെ മെഡിറ്റേഷൻ യൂട്യൂബൊക്കെ വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും എല്ലാം ഞങ്ങൾ തന്നിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന ആൾക്കാർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ഇതിലൊരു ഫീസ് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. ഒരു കാലത്ത് വൈകുന്നേരം ഒരു 3 മണിക്കൊരു മെഡിറ്റേഷൻ ഉണ്ട് ഓൺലൈനിൽ, പിന്നെ വൈകുന്നേരം 7:30 മണിക്കുണ്ട്. അപ്പോൾ അത് സ്ത്രീകളൊന്നും പരിഭ്രമിക്കേണ്ട, അധികം സ്ത്രീകളാണ് നിങ്ങളോട് സംസാരിക്കുക. അതിൻ്റെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ഒരു സുപ്രിയാജി എന്ന് പറഞ്ഞ ഒരു മാഡമുണ്ട്. ഇവിടെ നിങ്ങൾ സംസാരിക്കാം. അവരുടെ ഫോൺ നമ്പറും ഇതിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇമെയിലും ഉണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ വളരെ വളരെ ധ്യാനം നമുക്ക് മാത്രമല്ല, ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ധ്യാനങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ മനുഷ്യ മനസ്സിനെ ഒന്ന് ഏകാഗ്രതയിലിരിക്കാനായിട്ടും നല്ല കോൺസെൻട്രേഷൻ കിട്ടാനായിട്ടും സമാധാനം കിട്ടാനായിട്ടും തീർച്ചയായിട്ടും നമുക്ക് മെഡിറ്റേഷൻ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. ലവ് യു ഓൾ.